ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിൻ്റെ ബഡ്ജറ്റ് സ്പെഷ്യൽ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ റൂള് പ്രകാരം നമുക്ക് ഇനി മുതൽ ഇൻഡെക്സ്, അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സുകളുടെ വ്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എനിത്തിങ് വിച്ച് ഇസ് വി ക്യാൻ ട്രേഡബിൾ, അതായത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആസ് പെർ ദി സ്ട്രക്ചർ പ്രകാരം. അപ്പോൾ അത് പ്രകാരം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എന്നൊക്കെ പറയാൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. സോ അതൊക്കെ എന്താണ്, ഇൻഡെക്സ് അല്ല, പകരം സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെയും ഇൻഡെക്സിൻ്റെ വ്യൂ മാത്രമേ ഇനി മുതൽ എൻ്റെ വീഡിയോയിൽ കാണുന്നുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുക്കിയ മാർക്കറ്റ് പ്രൊഫൈൽ ബാങ്ക് നിഫ്റ്റിയുടെയും ഇൻഡെക്സ് വ്യൂയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് നാളെ നമ്മുടെ വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു മഹായാഗം അല്ലെങ്കിൽ മഹത്തായ ഒരു ദിവസമാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ ഗവൺമെൻറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കുമോ അല്ലെങ്കിൽ നമുക്ക് സഹായകരമായ രീതിയിലുള്ള എന്തെങ്കിലും ആനുകൂല്യം എന്തെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടീവായ കാര്യങ്ങൾ വരുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്നൊരു രീതിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഒരു സിസ്റ്റം പ്രകാരം നമ്മുടെ ഗവൺമെൻറ്റിൽ വന്ന ഒരു ബഡ്ജറ്റിൽ 2021 ബഡ്ജറ്റിന് ശേഷം കാര്യമായ ഒരു ചലനങ്ങൾ ബഡ്ജറ്റിന് ശേഷം തരാൻ മാർക്കറ്റിന് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രീ ബഡ്ജറ്റ് റാലിയൊക്കെ വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ 10 വർഷം മുമ്പൊക്കെ ഡേറ്റ എടുത്താൽ കൂടെ മാർക്കറ്റ് ലാസ്റ്റ് 10 days ഒരു അറ്റ്ലീസ്റ്റ് 2 to 3% മൂവ്മെൻറ്റ്, അറ്റ്ലീസ്റ്റ് 1% തൊട്ട് 3% ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ തന്ന ദിവസങ്ങളായിരുന്നു മുമ്പത്തെ ബഡ്ജറ്റ് വർഷങ്ങളിൽ കടന്നുപോയത്. ഈ വർഷം അതിൻ്റെ പതിവെല്ലാം തെറ്റിച്ചു നമ്മളെ മാർക്കറ്റ്. ഒരു പ്രീ ബഡ്ജറ്റ് റാലിയും തന്നിട്ടില്ലായിരുന്നു. പ്രീ ബഡ്ജറ്റ് ചെറിയൊരു ഇറക്കം തന്ന് എവിടെയാണോ മാർക്കറ്റ് നിന്ന് ആ ഭാഗത്താണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് 23,240 ഭാഗത്തൊക്കെയാണ് സ്പോട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇൻഡെക്സ് ആ ഒരു 23,000 നിങ്ങൾ നോക്കിയാൽ 49,230 ഭാഗത്താണ് ഇന്നലെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സും ക്ലോസ് ചെയ്തത്. അതേപോലെ നിഫ്റ്റിയുടെ ഇൻഡെക്സും ക്ലോസ് ചെയ്തേക്കുന്നത് 23,230 ഭാഗത്താണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ്. 23,230 ഭാഗത്തൊക്കെയാണ് 250 ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ സ്പോട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇൻഡെക്സുകൾ ഓൾമോസ്റ്റ് എവിടെയാണോ അടി തുടങ്ങിയത് ആ ഭാഗത്തൊക്കെ തന്നെ വന്ന് നിന്ന് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ മന്ത് ഓൺ മന്ത് എക്സ്പയറിയുടെ ക്ലോസിംഗ് നടന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. എന്നാൽ താഴോട്ട് വന്നോ, ചെറുതായിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ആ ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്പോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മുടെ പുതിയ കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്പോട്ട് മാർക്കറ്റ് ഏകദേശം പറഞ്ഞാൽ 23,508 ഭാഗത്തും ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,479 ഭാഗത്താണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി 23,508 468 എന്ന് പറഞ്ഞ് 470 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു POC ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അവൻ അടുത്ത POC എന്ന് പറഞ്ഞാൽ 23,819 വരെ അടുത്ത POC ഉള്ളൂ. അതായത് അടുത്ത ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,819 വരെ പോകാനും അതിന് മുകളിൽ നിൽക്കുന്ന പഴയ POC 24,272 വരെ വരാനുള്ള ചാൻസും ഉണ്ട്. സോ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് സ്പോട്ട് ഇൻഡെക്സും പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നാളെ ബഡ്ജറ്റ് ആയിട്ട് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് 23,818 ഇൻഡെക്സിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,273 എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡെക്സിൻ്റെ ലെവലിലേക്ക് നിഫ്റ്റി വരാം. ഇല്ല, താഴേക്ക് വരുന്നുണ്ടെങ്കിൽ 23,230 ഭാഗത്ത് ഒരു ഇൻഡെക്സ് സപ്പോർട്ടുണ്ട് നിഫ്റ്റിയിൽ. അതിന് താഴെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് 23,080 ഭാഗത്ത് സ്പോട്ടിൽ സപ്പോർട്ട് നിഫ്റ്റി ഇൻഡെക്സ് സപ്പോർട്ടാണ് 23,080. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സ്പോട്ട് മാർക്കറ്റാണ് 23,080 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 22,775 എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ടിലെ സപ്പോർട്ട് നിഫ്റ്റിയിലുണ്ട്. 22,775 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ താഴേക്ക് അടിക്കുവാനും അത് 22,230 എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ടിൻ്റെ ഇൻഡെക്സിൻ്റെ ഈ ഭാഗത്തേക്ക് വരാനുള്ള നിഫ്റ്റി ഇൻഡെക്സ് ഈ ഭാഗത്ത് വരേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ടൈം ഒരു ഷോർട്ട്, അതായത് ചെറിയ പടക്കമാണെന്ന് പറയുമ്പോൾ 23,816 22,775 ഇടയ്ക്കുള്ള
രീതിയിൽ മൂവ് ചെയ്യാനും വലിയ ഒരു മൂവ്മെൻറ്റം സ്പോട്ട് ഇൻഡെക്സിൽ വരികയാണെങ്കിൽ 24,273 അപ്പർ സൈഡിലേക്കും 22,235 ലോവർ സൈഡിലേക്കും ഇപ്പോൾ ചുരുക്കിയ നമ്മുടെ ബാൻഡിൻ്റെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ബാൻഡ് വരുന്നത് 22,775നും 23,818നും ആ ഒരു ഇടയ്ക്കും. ഇനി വലിയ രീതിയിലേക്ക് മാർക്കറ്റ് ഒരു ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ സ്പോട്ട് ഇൻഡെക്സ് എതുവരെ പോവാം 24,273 അപ്പർ സൈഡിലേക്കും, അല്ല താഴേക്ക് വരുന്ന ഇതാണെങ്കിൽ ഇൻഡെക്സ് നിഫ്റ്റിയുടേത് 23,230 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് എന്താണ് ഒരു നോർമൽ വേരിയേഷൻ്റെ അപ്പായിരുന്നു സംഭവിച്ചത്. 49,479 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 49,587 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ 49,000 ഭാഗത്തിന് താഴെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് നിൽക്കുകയാണെങ്കിൽ അത് പൊട്ടുകയാണെങ്കിൽ അത് താഴെ വരികയാണെങ്കിൽ പഴയ ഒരു സപ്പോർട്ടായ 48,075 ഈ ഭാഗത്തേക്ക് ഇൻഡെക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് പൊട്ടുകയാണെങ്കിൽ ഡേഞ്ചറസ് ആണ്. ഇവിടെ ഒന്നും ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന് സപ്പോർട്ടില്ല, സ്പോട്ടിന് സപ്പോർട്ടില്ല. അത് 45,519 എന്ന് പറഞ്ഞാൽ പണ്ട് വന്ന ആ ഭാഗത്തേക്ക് ഒരു ജൂൺ മാസത്തിലൊക്കെ വന്നു, ജൂൺ മാസമല്ല കഴിഞ്ഞ ജൂണിലൊക്കെ മുമ്പേ വന്ന ഒരു ഏരിയയായ 45,508 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 48,000 ഭാഗത്തിന് താഴെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ വേറെ സപ്പോർട്ടൊന്നുമില്ല, ഡേഞ്ചറസ് ആയ ഒരു ഏരിയയാണ്. അത് പൊട്ടിയാണെങ്കിൽ സിവിയർ സെൽ ഓഫ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ 49,815 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വളരെയധികം ഇതാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് നിൽക്കുകയാണെങ്കിൽ, സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 51,278 വരെ പോകാനും അതിന് മുകളിൽ 52,430 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്രോഡർ റേഞ്ച് പറയുകയാണെങ്കിൽ 51,000നും 48,000 ഇടയ്ക്ക് നിൽക്കുവാനും, ഇല്ല ഒരു അപ്പർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 52,400നും 47,000 46,000 റേഞ്ചിൻ്റെ താഴേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ അപ്പർ സൈഡിൽ പോകുകയാണെങ്കിൽ അതിലേക്ക് പോകാനും, താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ഇൻഡെക്സ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മുടെ പുതിയൊരു സിബി റൂൾ പ്രകാരമാണ് ഇൻഡെക്സിൻ്റെ വ്യൂ പറയുന്നത്. തിങ്കളാഴ്ച മുതൽ പ്യുവർലി ഇൻഡെക്സിൻ്റെ അപ്പർ ലെവലും ലോവർ ലെവലൊക്കെ ഞാനത് പറയുന്നതാണ്. നിങ്ങൾ ആ ഒരു ലെവൽ വ്യക്തമായി ഒന്ന് വാച്ച് ചെയ്ത് വച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് വച്ച് സ്പോട്ടിൽ നിങ്ങൾ ചാർട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ദയവായി നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ട്രേഡ് കോഷ്യസ്ലി ആൻഡ് ട്രേഡ് കെയർഫുള്ളി. എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് ദിന ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.